പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് തുകയിൽ ഇളവ് തേടിയെന്നും കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിലെ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും വി.ഡി. സതീശൻ. നാളെ അമിത്ഷായുമായി കൂടിക്കാഴ്ച. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പിണറായി വിജയന്റെ ഗൺമാനടക്കം 5 പേർക്ക് സസ്പെൻഷൻ. ഉത്തരവിറക്കി DGP. രാഷ്ട്രീയ പ്രതികാരമല്ലെന്ന് മുഖ്യമന്ത്രി. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളെന്നും മുൻകൂർ ജാമ്യം നിലനിൽക്കില്ലെന്നും കോടതി. മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കി. SITക്ക് വിമർശനം. അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് കോടതി. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.97% വിജയം. വിജയശതമാനം ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ. എല്ലാ വിഷയത്തിനും A+ നേടിയത് 30,561 പേർ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49%, ടെക്നിക്കലിൽ 72.82% വിജയം. ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ. ബലാത്സംഗ കേസിൽ മുൻ MLA എൽദോസ് കുന്നപ്പിള്ളിയെ വെറുതെ വിട്ടു. ഉത്തരവ് നെയ്യാറ്റിൻകര കോടതിയുടേത്. പരാതിക്കാരിയടക്കം 4 പേർ കൂറുമാറി. സൗദി ജയിലിൽ നിന്നും അബ്ദുൾ റഹീം നാട്ടിലേക്ക്. മോചന ഉത്തരവിൽ ഒപ്പുവെച്ചു. എക്സിറ്റ് വിസ ലഭിച്ചതായി സഹായ സമിതി.